റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മെഡിസെപ്പിന്റെ പേരിൽ ക്രൂരത. രോഗി മരിച്ച ശേഷം മെഡിസെപ്പ് നടപടികൾ പൂർത്തിയാക്കാതെ മൃതദേഹം വിട്ടുകൊടുത്തു. മൃതദേഹം കൊണ്ടുപോകുന്നതിന് മുൻപ് മെഡിസെപ്പ് ക്ലോസ് ചെയ്തില്ലെന്നും അതുകൊണ്ട് 19,350 രൂപ അടയ്ക്കണമെന്നും നിർദ്ദേശം. മൃതദേഹം വിട്ടുതന്നത് മെഡിക്കൽ കോളേജ് അധികൃതരാണെന്നും മെഡിസെപ്പിന്റെ കാര്യം പറഞ്ഞില്ലെന്നും കുടുംബം റിപ്പോർട്ടറിനോട് പറഞ്ഞു. പ്രതികരണം. മാർച്ച് മാസം 6-ാം തീയതി അമ്മ മരിക്കുന്നു. മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ വെച്ചാണ് മരിക്കുന്നത്. അപ്പോൾ അമ്മ ഒരു റിട്ടയർഡ് നേഴ്സായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് മെഡിസെഫിൻ്റെ ആനുകൂല്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക്. അപ്പോൾ ഇവർ മരിക്കുന്ന സമയത്തൊന്നും ഞങ്ങളടുത്ത് ഇത് ക്ലോസ് ചെയ്യണമെന്നോ ഇതിൻ്റെ ആനുകൂല്യം നഷ്ടപ്പെടുന്ന കാര്യങ്ങളൊന്നും ഞങ്ങളടുത്ത് പറഞ്ഞില്ലായിരുന്നു. ഞങ്ങൾ ബോഡി കൊണ്ടിഞ്ഞ് വന്നു, ചടങ്ങുകളെല്ലാം കഴിഞ്ഞു. 8 ദിവസം കഴിഞ്ഞപ്പോഴാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു അറിയിപ്പ് വരുന്നത്, നിങ്ങൾ മെഡിസെഫ് ക്ലോസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് വന്ന് ക്ലോസ് ചെയ്യണമെന്ന്. അപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോയപ്പോഴത്തേക്കും പിന്നെ PRO പറയുന്നത്, ഞങ്ങൾ ഈ എത്ര രൂപ ചിലവായോ അത്ര രൂപ ഞങ്ങൾ അടയ്ക്കണം, അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുള്ളൂ എന്ന് പറയാം. അങ്ങനെ ഇതുവരെയും ഞങ്ങൾക്ക് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടില്ല. TV പ്രസാദിന്റെ കൂടുതൽ വിവരങ്ങളുമായി. TV പ്രസാദ്, ഈ മൃതദേഹം വിട്ടു നൽകിയത് ആശുപത്രി അധികൃതരല്ലേ? അതിനുശേഷം വീണ്ടും ഇങ്ങനൊരു ക്ലെയിം ഉന്നയിക്കുന്നതിൽ എന്ത് ലോജിക്കാവുള്ളത്? അത് തന്നെയാണ് അരുൺ മനസ്സിലാവാത്തത്. നമുക്കറിയാവുന്നതുപോലെ മെഡിസെപ്പ് സർക്കാർ ജീവനക്കാർക്കുള്ള ആരോഗ്യ രക്ഷാ പദ്ധതിയാണ്. ഇത് പല സ്ഥലത്തും താളം തെറ്റുന്നതായും അപാകതയുള്ളതായുമുള്ള നിരവധി പരാതികൾ സംസ്ഥാനത്തെമ്പാടും ഉയരുന്നുണ്ട്. അതിൽ പ്രധാനമാണ് നമ്മളിപ്പോൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം. അതായത് ഇപ്പോൾ മരിച്ച രത്നമ്മയുടെ മകൻ പറഞ്ഞതുപോലെ 6-ാം തീയതി, മാർച്ച് മാസം 6-ാം തീയതി മരിക്കുന്നു. ഒരു രോഗി മരിച്ചു കഴിഞ്ഞാൽ പിന്നീട് ബന്ധുക്കളുടെ അവസ്ഥ നമുക്ക് എല്ലാവർക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അത് ആ നടപടികൾ പൂർത്തിയാക്കുക എന്നുള്ളത് അതാത് ആശുപത്രികളുടെ ഉത്തരവാദിത്തമാണ്. അവർ ഇതെല്ലാം നടപടി പൂർത്തിയാക്കി മൃതദേഹം വിട്ടുകൊടുക്കുകയും ചെയ്തു. ആ സമയത്ത് മെഡിസെപ്പിനെ കുറിച്ചോ അതിനെ ക്ലോസ് ചെയ്യുന്നതിനെ കുറിച്ചോ ഒന്നും ഈ വീട്ടുകാരോട് സംസാരിക്കുന്നുമില്ല. അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ മെഡിക്കൽ കോളേജ് ചെയ്യേണ്ടിയിരുന്നത് ഈ നടപടികൾ പൂർത്തിയാകുന്നതുവരെ മൃതദേഹം വിട്ടുകൊടുക്കരുതായിരുന്നു എന്നതാണ്. പക്ഷെ മൃതദേഹം വിട്ടുകൊടുത്ത് 14-ാം തീയതി, 6-ാം തീയതി മരിക്കുന്നു, 14-ാം തീയതി വീട്ടിലേക്ക് വിളിച്ച് ഉടനടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തണമെന്ന് പറയുന്നു. ഇവർ 15-ാം തീയതി രാവിലെ ചെല്ലുന്നു. മെഡിസെപ്പിന്റെ PRO ഒരു കാരണവശാലും മെഡിസെപ്പിന്റെ ആനുകൂല്യം നിങ്ങൾക്ക് തരാൻ കഴിയില്ല, നിങ്ങളത് ക്ലോസ് ചെയ്യാതെയാണ് പോയത് എന്ന് ഈ വീട്ടുകാരോട് പറയുകയാണ്. അങ്ങനെ 19,350 രൂപ അടച്ചാൽ മാത്രമേ മറ്റ് നടപടികളിലേക്ക് ഇനി കടക്കാൻ പറ്റൂ എന്ന വാദമാണ് അവർ ഉന്നയിക്കുന്നത്. നമ്മൾ മെഡിക്കൽ കോളേജ് അധികൃതരുമായി സംസാരിച്ചപ്പോൾ ആദ്യം കിട്ടിയ മറുപടി മരിച്ചിട്ട് 1.5 മാസം കഴിഞ്ഞ് അവർ വന്നു എന്നുള്ളതാണ്. അത് ഫാക്ച്വൽ എററാണ്, അതിന് തെളിവുണ്ട്. അരുൺ, മെഡിസെപ്പുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ സംസ്ഥാനത്ത് എമ്പാടും ഉണ്ടാകുന്നു. ഇത് യഥാർത്ഥത്തിൽ മരിച്ച ഒരാളുടെ കുടുംബത്തോട് ചെയ്യുന്ന ക്രൂരതയാണ് എന്നുള്ളതാണ്. പല സ്ഥലങ്ങളിലും മെഡിസെപ്പിന്റെ ആനുകൂല്യങ്ങൾ കിട്ടാത്ത വിഷയങ്ങൾ ഉയരുന്നുണ്ട്. അത് ആനുകൂല്യങ്ങൾ കിട്ടാത്തതാണ്. പക്ഷേ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ ഭാഗത്തുണ്ടായ ഒരു ഗുരുതരമായ വീഴ്ചയിൽ മരണം സംഭവിച്ച ഒരു കുടുംബത്തിനെ ഇങ്ങനെ ക്രൂശിക്കുന്നത് ഒരിക്കലും നീതിയല്ല എന്നുള്ളിടത്താണ് നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. അരുൺ.